Hi, welcome to Learning Plan. Where there is a will, there is a way. ഇതൊരു പ്രോവർബാണ്, ഒരു പഴഞ്ചൊല്ലാണ്. Where there is a will, there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇംഗ്ലീഷ് പഠിക്കാൻ ലളിതമായ മാർഗങ്ങൾ, ഇതാണ് ഈ ചാനലിന്റെ ഒരു സവിശേഷത. അപ്പൊ പലർക്കും ആശങ്ക ഉണ്ടാവും. നമ്മൾ കുറച്ച് 2-3 ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ വാക്കുകൾ കേട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റ് ചില മനുഷ്യന്റെ ശീലങ്ങളും പതിവുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടെ എങ്ങനെ കണക്ട് ചെയ്യും, അതാണ് നമ്മൾ ഇന്നത്തെ സെഗ്മെന്റിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ 2-3 സെഗ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ആശയം ചോദ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിർദ്ദേശമായിട്ടോ ഒക്കെ എങ്ങനെ നൽകാൻ പറ്റും, എങ്ങനെയാണിത് നമ്മുടെ സംസാര രീതിയിലേക്ക് ഇത് കൊണ്ടുവരിക. നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് ഇങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കുമായിരുന്നു. അതൊരു സംസാരിക്കുന്ന ഒരു ശൈലിയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ ഈ ബോർഡിലുള്ള ഈ വാക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ്. ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെൻ എന്നാണ് ചോദിക്കുന്നത്, എപ്പോൾ. പക്ഷെ അതൊരു സെന്റൻസിനിടയ്ക്ക് വരുമ്പോൾ നമ്മളൊരു ആശയമായിട്ട് മാറ്റുമ്പോൾ അത് പല രീതിയിൽ നമുക്ക് അർത്ഥം പറയേണ്ടി വരും. ആ സമയത്തൊന്നോ ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, നീ അവിടെ ചെല്ലുമ്പോൾ, നീ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കുക, ദയവായി നീ എന്നെ വീട്ടിലെത്തുമ്പോൾ വിളിക്കണം. നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടുമ്പോൾ പറയും, നീ കൊച്ചിയിലെത്തുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് പറയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ എല്ലാ ആളുകളും, നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ ക്ലാസ് മാത്രം കേട്ടാൽ ചിലർക്ക് ഇത് മനസ്സിലാകില്ല. നമ്മുടെ ആദ്യത്തെ 3 ക്ലാസ്സുകളും കേട്ടു പോരുന്ന ആളുകൾക്ക് മാത്രമേ ഇന്നത്തത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കേട്ടു പോരണം, എങ്കിൽ മാത്രമേ ഇതിനൊരു തുടർച്ച കിട്ടുള്ളൂ. നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ഇത് സംസാരിക്കാനുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യ ദിവസം നമ്മൾ പ്ലീസ് ചേർത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്ലീസ് കോൾ മീ, എന്നെ ദയവായി വിളിക്കുക. വെൻ യു അറൈവ് ഇൻ ബാംഗ്ലൂർ, നീ ബാംഗ്ലൂരിൽ എത്തുമ്പോൾ എന്നെ ദയവായി വിളിക്കുക. നീ എന്നെ ഒന്ന് വിളിക്കുക ബാംഗ്ലൂരിൽ എത്തുമ്പോൾ. അപ്പൊ നീ ബാംഗ്ലൂരിൽ എത്തുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക. അപ്പൊ ചോദിക്കും, ഇതിങ്ങനെ എങ്ങനെയാണ് നമ്മളൊരു സംസാര ശൈലിയിലേക്ക്? അത് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുക. പ്ലീസ് കോൾ മീ, പ്ലീസ് കോൾ മീ വെൻ യു അറൈവ് ഇൻ ബാംഗ്ലൂർ, പ്ലീസ് കോൾ മീ വെൻ യു അറൈവ് ഇൻ ബാംഗ്ലൂർ. അപ്പൊ അത് നമുക്ക് സാവധാനം പറഞ്ഞു ശീലിക്കാം. എന്നാലും നമുക്ക് ഇത്തരം ആശയങ്ങൾ ചോദ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സന്ദേശങ്ങളായിട്ടോ മറ്റൊരാൾ പറയാൻ കഴിയും. ഇനി പ്ലീസ് കോൾ മീ എന്നതിന് പകരം പ്ലീസ് ഗിവ് മീ എ കോൾ എന്നും നിങ്ങൾക്ക് പറയാം. നോക്കാം. പ്ലീസ് ഗിവ് മീ എ കോൾ, പ്ലീസ് ഗിവ് മീ എ കോൾ വെൻ യു അറൈവ് ഇൻ ബാംഗ്ലൂർ. ഇങ്ങനെയും നിങ്ങൾക്ക് പറയാം. പ്ലീസ് ഗിവ് മീ എ കോൾ, പ്ലീസ് കോൾ മീ, ഓർ പ്ലീസ് ഗിവ് മീ എ കോൾ, എന്നെ വിളിക്കൂ. അതൊരു ഫോൺ ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. പ്ലീസ് മേക്ക് മീ എ കോൾ, പ്ലീസ് ഗിവ് മീ എ കോൾ, പ്ലീസ് കോൾ മീ, പ്ലീസ് കോൾ മീ when you arrive in Bangalore. Please call me when you arrive in Bangalore. അടുത്ത സന്ദേശത്തിലേക്ക് നോക്കാം. Please tell me when you finish the work. നമ്മളൊരു ജോലി ഒരാളെ ഏൽപ്പിച്ചു. അപ്പോ നീ എന്നോട് പറ, നീ നിന്റെ ജോലി പൂർത്തിയാക്കുമ്പോൾ എന്നോട് പറ. Please tell me, എന്നോട് പറഞ്ഞാൽ മതി. Please tell me. അപ്പൊ അതിന് പകരം നമുക്ക് പ്ലീസ് ലെറ്റ് മീ നോ, ലെറ്റ് മീ നോ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഇതിന് കുറച്ചുകൂടെ സ്റ്റൈലിഷായ രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശൈലികൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ വെച്ച് തുടങ്ങിയ സ്ഥിതിക്ക് അത്തരം പഠിച്ച പദങ്ങളും സെന്റൻസുകളും നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്ത് സംസാരിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്ലീസ് ടെൽ മീ വെൻ യു ഫിനിഷ് ദ വർക്ക്, പ്ലീസ് ടെൽ മീ വെൻ യു ഫിനിഷ് ദ വർക്ക്. അപ്പൊ നീ നിന്റെ ജോലി പൂർത്തിയാക്കുമ്പോൾ എന്നോട് പറയുക. അടുത്ത ഒരു കാര്യം നോക്കാം.
ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ്, നീ സിറ്റിയിൽ എത്തുമ്പോൾ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. സിറ്റിയിൽ എത്തുമ്പോൾ അപ്പൊ നമുക്ക് പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി, ദയവായി, ആ വാക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദയവായി എന്ന് നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ വിനയത്തോടെ പറയുന്നു മാത്രം. പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. അപ്പൊ ആ ദയവ് എന്ന വാക്ക് ചേർക്കാതെ തന്നെ നമ്മൾ പറച്ചില് ആജ്ഞ ഇല്ലാതെ നമുക്ക് പറയാം. ഡ്രൈവ് കെയർഫുള്ളി, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. വെൻ യു റീച്ച് ദ സിറ്റി, സോ പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി വെൻ യു റീച്ച് ദ സിറ്റി. ഇത് തിരിച്ചും പറയാം. വെൻ യു റീച്ച് ദ സിറ്റി പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. സോ വെൻ യു റീച്ച് ദ സിറ്റി പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. അപ്പൊ തിരിച്ചോ മറിച്ചോ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു പദം ഉപയോഗിക്കാം. എങ്കിലെന്ന് പറയിച്ച സമയത്ത് ഒരു കണ്ടീഷണലായിട്ട് പറയാം. ഓക്കെ, നിനക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ അവനെ സഹായിക്കുക, ദയവായി സഹായിക്കുക, അല്ലെങ്കിൽ അവനെ സഹായിക്കുക. ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്കിത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ട് ഇഫ് വരികയാണെങ്കിൽ, ഇഫ് എന്ന് പറയുമ്പോൾ എങ്കിലെന്നാണ്, ഒരു കണ്ടീഷനാണ്. എങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക്. ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ, ഇഫ് യു റിസീവ് എന്ന കിട്ടുക, ലഭിക്കുക, സ്വീകരിക്കുക. ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ, ഇന്ന് നിനക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ പ്ലീസ് ഹെൽപ്പ് ഹിം, പ്ലീസ് ഹെൽപ്പ് ഹിം. തിരിച്ച് ഒന്ന് പറഞ്ഞു നോക്ക്. പ്ലീസ് ഹെൽപ്പ് ഹിം ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ. അപ്പൊ നമ്മൾ ഒരു രാജുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപ്പൊ നമുക്ക് രാജു എന്ന് പറയാം, അല്ലെ? രാജു, ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ പ്ലീസ് ഹെൽപ്പ് ഹിം. തിരിച്ചും പറയാം, ഹായ് രാജു. എന്നിട്ട് നമ്മൾ പറയാം പ്ലീസ് ഹെൽപ്പ് ഹിം ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ സ്പീഡിൽ പറയണമെന്നൊന്നുമില്ല, സാവകാശം പറഞ്ഞാൽ മതി. പ്ലീസ് ഹെൽപ്പ് ഹിം ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ, പ്ലീസ് ഹെൽപ്പ് ഹിം ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ. ഇങ്ങനെ പറയാം. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എങ്കിൽ എന്നൊരു പദമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഗ്രാമർ സെഗ്മെന്റിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല, നമുക്കത് അല്ലാത്ത രൂപത്തിലൊക്കെ അത് പറയാൻ പറ്റും. നോക്കാം. ഇവിടെ റിസീവ് എന്നൊക്കെ പറയും കുറച്ചുകൂടെ നമുക്ക് നാടൻ, അതായത് ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് ലെവലിൽ നമുക്ക് ഗെറ്റ് എന്നൊക്കെ ഉപയോഗിക്കാം. സോ ഇഫ് യു ഗെറ്റ് ദ സാലറി ടുഡേ, ഇഫ് യു ഗെറ്റ് ദ സാലറി ടുഡേ, ഇഫ് യു റിസീവ് ദ സാലറി ടുഡേ പ്ലീസ് ഹെൽപ്പ് ഹിം. അപ്പൊ ഈ പ്ലീസ് എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. റിക്വസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അല്ലെ, പ്ലീസ് ഡു ഇറ്റ്, അല്ലെ, അത് ചെയ്യൂ ദയവായിട്ട്. അപ്പൊ ദയവായിട്ട് ചെയ്യുന്നല്ല, നമ്മൾ വിനയത്തോടെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ, മറ്റേ ചെയ്യ് എന്ന് നമ്മൾ പറയുന്നു, അതുമായിട്ടുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഇനി അതുപോലെ ഡോണ്ട് ഡ്രൈവ്, ഡോണ്ട് ഡ്രൈവ് ശ്രദ്ധിക്കൂ. ഡോണ്ട് ഡ്രൈവ്, ഡ്രൈവ് ചെയ്യരുത്. ഇഫ് യു ഫീൽ സിക്ക്, നിനക്ക് അസുഖം തോന്നുന്നുണ്ടെങ്കിൽ, ഫീൽ എന്ന് തോന്നുക എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മൾ ഒന്നാമത്തെ രൂപ ഉപയോഗിക്കുന്നു. ഒരാളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് ചേർത്തോടെ പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ യു എന്നതൊക്കെ നമ്മൾ ഒന്നിലധികം പേരെ ഉദ്ദേശിച്ചത്. ഒരാളാണെങ്കിലും നമ്മൾ അത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഞാൻ അടുത്ത ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറയാം. ഗ്രാമറായിട്ട് ചിന്തിക്കരുത്, പകരം ചില കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ നോക്കാം. ഡോണ്ട് ഡ്രൈവ് ഇഫ് യു ഫീൽ സിക്ക്, നിനക്ക് സുഖമില്ലെങ്കിൽ, അസുഖം തോന്നുന്നെങ്കിൽ, നിനക്ക് എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് തോന്നുന്നുവെങ്കിൽ എന്ത് ചെയ്യരുത്, ഡ്രൈവ് ചെയ്യരുത്. ഡോണ്ട് ഡ്രൈവ്. അപ്പൊ ദയവായി ഡ്രൈവ് ചെയ്യരുതാണെങ്കിലും പ്ലീസ് ഡോണ്ട് ഡ്രൈവ് ഇഫ് യു ഫീൽ സിക്ക്, ഇഫ് യു ഫീൽ സിക്ക്. അപ്പൊ അങ്ങനെ പറയാം. അടുത്ത് നോക്കാം. ഡോണ്ട് അറ്റൻഡ് ദ ഫോൺ. നമ്മൾ പറയുകയാണ് മകളോടോ കുട്ടികളോടോ, അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നതിന് നമ്മളൊരു സമയം വെക്കുന്നു. ഡോണ്ട് അറ്റൻഡ് ദ ഫോൺ ഇഫ് ഹി കോൾസ് ആഫ്റ്റർ 10 PM. ഇപ്പൊ അവൻ 10 മണിക്ക് ശേഷമാണ് വിളിക്കുന്നതെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യരുത്. അപ്പൊ അത് ആരുമാകാം, നമുക്കൊരു വ്യക്തിയുടെ പേര് പറയാം. നോക്കൂ, ഡോണ്ട് അറ്റൻഡ് ദ ഫോൺ, ഡോണ്ട് റിസീവ് എനി കോൾ. ഒരു കോളും സ്വീകരിക്കാൻ പാടില്ല. ഡോണ്ട് അറ്റൻഡ് എനി കോൾ ഓർ ഡോണ്ട് അറ്റൻഡ് ദ ഫോൺ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഡോണ്ട് അറ്റൻഡ് ദ ഫോൺ ഇഫ് ഹി കോൾസ്. ഹി കോൾസ്, ഒരാളാണ് വിളിക്കുന്നത്, ആഫ്റ്റർ 10 PM. അവൻ 10 മണിക്ക് ശേഷം വിളിക്കുകയാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യരുത്. അപ്പൊ ഇതൊരു വാണിംഗ് ആണ്. നമ്മൾ വാൺ ചെയ്യുന്നത് പോലെ ഒരാളോട് പറയുകയാണ്. ഡോണ്ട് അറ്റൻഡ് ദ ഫോൺ ഇഫ് ഹി കോൾസ് ആഫ്റ്റർ 10 PM. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പതിവായി നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, വ്യക്തികൾ പറയുമ്പോൾ, ഒരു വ്യക്തിയാണ് ഒരു കാര്യം പതിവായി ചെയ്യുന്നെങ്കിൽ, ഒരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണ് അവിടെ കൊണ്ടുവരുന്നത്,
ആ പ്രവൃത്തിയെ കാണിക്കുന്ന ഇംഗ്ലീഷ് പദം വേർബിന്റെ കൂടെ നമ്മളൊരു എസ്ഒ ഇഎസ്ഒ ചേർക്കേണ്ടി വരും. അപ്പോഴാണ് അത് കറക്റ്റ് ആവുക. അതായത് അവൻ എഴുതാറുണ്ട്, എല്ലാ ദിവസവും അവൻ എഴുതാറുണ്ട് എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് പറയാണ്, യു സി ഹി റൈറ്റ്സ് എവ്രി ഡേ, ഹി റൈറ്റ്സ് എവ്രി ഡേ. അപ്പൊ റൈറ്റ് എന്ന വാക്കിലൂടെ നമ്മൾ എസ് ചേർക്കും. എന്നാൽ അത് ഞാനാണ് എഴുതുമെങ്കിൽ ഐ റൈറ്റ് എന്നാണ് പറയാം. യു നോ ഐ റൈറ്റ് എവ്രി ഡേ, ഐ റൈറ്റ് 2 to 3 hours എവ്രി ഡേ. 2 മുതൽ 3 മണിക്കൂർ ഞാൻ എഴുതാറുണ്ട്. അപ്പൊ ഞാൻ ഒരാളെ ഉള്ളൂ, എന്നാലും ഈ ഇംഗ്ലീഷ് അങ്ങനെയാണ്, അതിന്റെ ഒരു പ്രയോഗമൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ ഞങ്ങൾ എഴുതാറുണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ, അപ്പൊ തന്നെ എന്ത് ചെയ്യും, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരാറുണ്ട്, വി കം, ഞങ്ങൾ ഇവിടെ വരാറുണ്ട്, വി കം ഹിയർ ഓൾവേസ്, ഞങ്ങൾ എല്ലായ്പ്പോഴും ഇവിടെ വരാറുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ യു എന്നത് ഒരാളെ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ട് പറയും നീ, പക്ഷെ നിങ്ങൾ എന്ന് പറയുമ്പോഴും നീ എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു ബഹുവചനമായിട്ട്, അതായത് കുറെ അധികം പേരുള്ളതായിട്ട് നമ്മൾ കണക്കാക്കാം. അപ്പൊ ഒരാളാണ് ചിരിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും സ്മൈൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരാൾ ചിരിക്കുമ്പോൾ സ്മൈൽസ് എന്നാണ് പറയുക. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇതിനെല്ലാം പ്രൊനൗൺസ് എന്നൊക്കെയാണ് പറയുക. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. പകരം നമുക്ക് ഈ അർത്ഥങ്ങൾ കിട്ടുന്ന പദങ്ങളാണ് ഇതെല്ലാം, 7 അതിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാളെ സംബന്ധിച്ച കാര്യമാണ്. അങ്ങനെ നമുക്ക് അതിലൊരു വ്യത്യാസമുള്ളതായി ആണ്. അവിടെ നമ്മൾ ഒരു പതിവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏത് കാര്യമാണോ പറയുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഐ പ്രിപ്പയർ ഇങ്ങനെ തന്നെ പറയാം. അതേ സമയത്ത് അവൻ എന്തെങ്കിലും കാര്യം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഹി പ്രിപ്പയർസ്, അങ്ങനെ ഒരു എസ് എടുത്തിട്ട് പറയാം. അവൻ വരാറുണ്ടെന്ന് പറയുമ്പോൾ ഹി കംസ്. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഞാൻ വരാറുണ്ട്, ഐ കം, ഞങ്ങൾ വരാറുണ്ട്, അപ്പോഴും വി കം. നീ ഇവിടെ വരാറുണ്ട്, യു കം ഹിയർ, റൈറ്റ്? അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പൊ യു കം ഒരാളാണെങ്കിലും ഒന്നിലധികമാണെങ്കിലും. എന്നാൽ നമുക്ക് ഹി കംസ്, അവൻ ഒരാളേ ഉള്ളൂ, ഹി കംസ്. ഷീ കംസ്. ഇറ്റ് എന്നത് വേറെ ഒരു വാക്ക് പറയാം, അത് പ്രവർത്തിക്കാറുണ്ട്, ഇറ്റ് വർക്ക്സ് ഓർ ഇറ്റ് റൺസ്. ഒരു മോട്ടറാണ് വിചാരിക്കാം, ഒരു മോട്ടോറാണ്. അപ്പൊ ഇറ്റ് റൺസ് സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദേ എന്ന് കേൾക്കുമ്പോൾ നോക്ക്, അവർ, അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നിലധികം പേരെ സൂചിപ്പിക്കുന്നതും ആയി വരുമ്പോഴും നമ്മൾ പതിവ് കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് നടക്കുന്ന എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഏത് വെർബിനെയാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ ഒരാളെ സൂചിപ്പിക്കുന്നതെല്ലാം എസ് ചേർത്ത് പറയാം, എസ്ഒ ഇഎസ്ഒ ചേർത്ത് പറയണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇതിന്റെ കൂടെ പറഞ്ഞു നോക്കാം. ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഐ ടീച്ച്, ഞാൻ എല്ലാ ദിവസവും പഠിപ്പിക്കാറുണ്ട്, ഐ ടീച്ച് എവ്രി ഡേ. പകരം അവൻ എല്ലാ ദിവസവും പഠിപ്പിക്കാറുണ്ടെങ്കിൽ അവൻ ഒരാളേ ഉള്ളൂ, ഹി ടീച്ചസ് എവ്രി ഡേ. അതൊരു വ്യക്തിയുടെ പേര് പറഞ്ഞാലും മതി. ഷാജി എല്ലാ ദിവസവും ഫിസിക്സ് പഠിപ്പിക്കാറുണ്ട്. ഷാജി, ഈ ഹി എന്ന സ്ഥാനത്ത് നമ്മൾ ഷാജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് ടീച്ച് എന്നതിലൂടെ എസ് ചേർന്നു. ഷാജി ടീച്ചേഴ്സ് ഫിസിക്സ് എവ്രി ഡേ, ഇങ്ങനെയാണ് പറയുക. ഇപ്പൊ ദേ എന്ന് വന്നു, അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ദേ കളിക്കുക എന്നുള്ള പദം നമ്മൾ പറഞ്ഞു. പ്ലേ, ദേ പ്ലേ ക്രിക്കറ്റ് എവ്രി ഡേ ഓർ എവ്രി ഈവനിങ്, എപ്പോഴാണോ നമുക്ക് വേണ്ട അങ്ങനെ. അപ്പൊ അവരെന്നതിന് ഒരു ബോയ്സ് എന്നാണ് വിചാരിക്കുക, അപ്പോഴും അങ്ങനെ തന്നെ ബോയ്സ് പ്ലേ. ഒരു ആൺകുട്ടി എല്ലാ ദിവസവും കളിക്കാറുണ്ട്, അത് എന്തോ കളിക്കട്ടെ. അപ്പൊ നോക്കാം, ദാറ്റ് ബോയ്, യു സി ദാറ്റ് ബോയ് പ്ലേസ്, ഒരാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോയ് പ്ലേസ്, എ ഗേൾ പ്ലേസ്, അങ്ങനെ എസ് ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പതിവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇത് ഗ്രാമറിന്റെ ഭാഗം തന്നെയാണ്, പക്ഷെ നമ്മളത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ തെറ്റുകൂടാതെ പറയാം. ബസ് വരാറുണ്ട്, കൃത്യമായിട്ട് ബസ് വരാറുണ്ട്, എല്ലാ ദിവസവും 7 മണിക്ക് ബസ് വരാറുണ്ട്. ബസ് അറൈവ്സ് അറ്റ് 7 എവ്രി ഡേ. ബസ് അറൈവ്സ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് തന്നെ, ദ വെരി മിനിറ്റ്. ദ ബസ് അറൈവ്സ് ഓൺ ടൈം, അങ്ങനെയാണ് പറയാം. ഇപ്പൊ നോക്കാം,
അവർ കുറെ പേരുണ്ട്, അവർ സ്കൂളിൽ കൃത്യസമയത്ത് എത്താറുണ്ട്. അപ്പൊ അതിനും നമ്മൾ ഇങ്ങനെ പറയാം, ദേ അറൈവ് അറ്റ് ദ സ്കൂൾ ഓൺ ടൈം. ദേ അറൈവ് അറ്റ് ദ സ്കൂൾ ഓൺ ടൈം. ഇതാണ് നമ്മളിപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ പറയാൻ തുടങ്ങുകയാണ്. നമ്മുടെ ആവർത്തിച്ചുള്ള ശീലങ്ങളോ പതിവുകളോ ഒക്കെ നമ്മൾ ഈ തരത്തിൽ നിങ്ങൾ ഇവിടെ എന്തെല്ലാം വേർബ് ചേർക്കാൻ പറ്റുമോ അതെല്ലാം ചേർത്ത് നോക്കുക. ഓക്കെ, നമ്മളിതെല്ലാം ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു അല്ലെ, യു നോ ഇംഗ്ലീഷ്? ഐ സ്പീക്ക് ഇംഗ്ലീഷ്. വി സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ എല്ലാം നോക്ക്, ഐ ഒരാളെ ഉള്ളെങ്കിലും ഇത് ബഹുവചനമായി കണക്കാക്കും. കുറെ പേരുള്ളതായിട്ട് ചിന്തിക്കുക. യു ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിലും ഒന്നിലധികമാണെങ്കിലും യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. നീ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഐ തിങ്ക് യു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇപ്പൊ ഇംഗ്ലീഷ് ആണെന്ന് ഞാൻ കരുതുന്നു. ചിലർക്ക് ഇംഗ്ലീഷ് ആണെന്ന് അറിയാത്തവരുണ്ടാവും. ഇനി ഹി സ്പീക്സ്, ഇവിടെ ഒരാളെ ഉള്ളൂ. ഈ ഒരാൾക്ക് ഈ സ്ഥാനത്ത് ഏത് ഒരു വ്യക്തി വരികയാണെങ്കിലും, ഇപ്പൊ നമുക്ക് ഒരു വ്യക്തികളുടെ പേരെല്ലാം ആകാം. രാജുവെന്നോ ഷാജിന്നോ ബാബു എന്നോ ഒക്കെ ചേർക്കാം, അല്ലെ ഹെഡ് മാസ്റ്റർ എന്നോ ടീച്ചർ എന്നോ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിലൊക്കെ അപ്പൊ നമ്മൾ സ്പീക്സ് എന്നാണ് പറയുക. എസ് ചേർത്തിട്ടാണ് പറയുക. ഷീ സ്പീക്സ്, അവൾ സംസാരിക്കുന്നു. അവൾ എഴുതുന്നെങ്കിലോ ഷീ റൈറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പൊ ഇനി നോക്കാം, ഇതൊരു റോബോട്ട് ആണെന്ന് വിചാരിക്കാം, ഒരു റോബോ ആണെന്ന് വിചാരിക്കാം. ഇറ്റ് സ്പീക്സ്. ദേ അവർ കുറെ പേരുണ്ട്. കുറെ പേര് വരുമ്പോഴൊക്കെ നമ്മൾ സ്പീക്ക് എന്ന് മാത്രം പറയാം. അപ്പോ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോ ഡ്രൈവ് എന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ കുറെ പേര് ഡ്രൈവ് ചെയ്യുന്നു ചിന്തിക്കുക. ഡ്രൈവ്സ് എന്ന് പറഞ്ഞ ഒരാളായിരിക്കും. എ ലേഡി ഡ്രൈവ്സ്. ദാറ്റ് ലേഡി ഡ്രൈവ്സ് ബ്യൂട്ടിഫുള്ളി. ദാറ്റ് ലേഡി ഡ്രൈവ്സ് കെയർഫുള്ളി. ശ്രദ്ധയോടെ ആ സ്ത്രീ വണ്ടി ഓടിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാവൂ. ആദ്യമായി ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ ഇന്നത്തെ സെഗ്മെന്റ് മാത്രം കേട്ടാൽ മനസ്സിലാകില്ല. എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കേൾക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 30 സെഗ്മെന്റുകൾ ഒന്നിച്ച് പഠിച്ച ആളുകൾക്ക് സംസാരിക്കാൻ തുടങ്ങാൻ സാധിക്കും. നന്നായിട്ട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. നമ്മുടെ ലെവല് കയറി വരും. ഇപ്പൊ ബിഗിനേഴ്സിനുള്ളത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് മാറുകയും ചെയ്യും. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്ലാസ്സുകൾ ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഗ്മെന്റ് കേൾക്കുന്ന ആൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുക സ്വാഭാവികം. എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായി കേൾക്കേണ്ടതുണ്ട്. ആദ്യ ക്ലാസ് മുതൽ ഇന്നത്തെ ക്ലാസ് വരെ കൃത്യമായി കേട്ടാൽ മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞത് മുഴുവനായിട്ടും മനസ്സിലാവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.